വെള്ളിത്തിരയിൽ തമിഴ് മനസ്സ് കീഴടക്കി തരംഗം സൃഷ്ടിച്ച വിജയ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവേശം സൃഷ്ടിച്ച പുതുതരംഗമായി. വിജയും ഒപ്പം ചേർന്നുള്ള യുവാക്കളും പരിചയസമ്പത്തുള്ള ഏതാനും രാഷ്ട്രീയക്കാരും ചേർന്ന തമിഴക വെട്രിക്കഴകം അഥവാ TVK തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. വിജയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരണത്തിനുള്ള ചർച്ചകൾ സജീവമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ ഒരു ചരിത്രമാണ് TVK സൃഷ്ടിച്ചത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കം TVK മുന്നേറ്റത്തിൽ അടിപതറി. സ്റ്റാലിൻ മത്സരിച്ച കൊളത്തൂർ സീറ്റിൽ മുൻ DMK അംഗമായ TVKയുടെ AS ബാബുവിനോട് അദ്ദേഹം തോൽക്കുന്നതായിരുന്നു കാഴ്ച. എന്നാൽ ഉപമുഖ്യമന്ത്രി ഉദയനിധി ചെപ്പോക്ക് സീറ്റിൽ വിജയിച്ചിട്ടുമുണ്ട്. ശ്രീരംഗത്ത് മത്സരത്തിനിറങ്ങിയ രമേശിനെ പോലെയുള്ള യുവ TVK സ്ഥാനാർത്ഥികൾ, മുമ്പ് തമിഴ്നാട്ടിലെ വോട്ടർമാർക്ക് കേട്ടു പരിചയം പോലുമില്ലാത്ത നിരവധി യുവ സ്ഥാനാർത്ഥികൾ DMKയുടെയും AIADMKയുടെയും മുതിർന്ന നേതാക്കൾക്ക് കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെടുത്തി. പരാജയപ്പെട്ട സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി അദ്ദേഹത്തിൻ്റെ പിതാവ് മുത്തുവേൽ കരുണാനിധിക്ക് നേരിടേണ്ടി വന്ന നിരവധി പരാജയങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ്. 1977 MGR അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി. 1989 MGRൻ്റെ മരണം വരെ അധികാരത്തിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടു. പിന്നീട് 1991 2001 2011 ജയലളിത അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. എന്നാൽ കരുണാനിധിക്ക് ഒരിക്കലും നിയമസഭാ അംഗത്വം നഷ്ടമായിരുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് സ്റ്റാലിന് അധികാരം മാത്രമല്ല, സ്വന്തം സീറ്റും നഷ്ടമായിട്ടുണ്ട്. തൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഇത് 2ാം തവണയാണ് സ്റ്റാലിന് സീറ്റ് നഷ്ടമാവുന്നത്. എടപ്പാടി പളനിസ്വാമിയും അവരുടെ ഗ്രാമീണ ശക്തി കേന്ദ്രങ്ങളിൽ ചിലത് നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് അധികാരത്തിലെത്താൻ ഒരു സാധ്യതയുമില്ല. AIADMK സംസ്ഥാനത്ത് 3ാം സ്ഥാനത്തേക്ക് തരം താഴ്ത്തപ്പെടുന്നതാണ് കാഴ്ച. ഇപ്പോൾ പാർട്ടിയുടെ ഭാവിയെക്കുറിച്ചും ഒരു വലിയ ചോദ്യമുയരുന്നുണ്ട്. വിജയ് ഒരു വലിയ വിജയിയാണ്. MK സ്റ്റാലിൻ വലിയ പരാജിതനും. പഴനിസ്വാമി സ്റ്റാലിനെ പോലെ വലിയ പരാജിതനല്ലായിരിക്കാം, പക്ഷേ വിജയിയുമല്ല. വിജയ്ക്കും DMKയുടെ ശേഷിക്കുന്ന കരുത്തിനുമിടയിൽ തമിഴ് രാഷ്ട്രീയത്തിൽ നിലനിൽപ്പിനായുള്ള പോരാട്ടമായിരിക്കും പഴനിസ്വാമിയെ ഇനി ഏതാനും വർഷങ്ങളിൽ അടയാളപ്പെടുത്തുക. തമിഴ്നാട് തെരഞ്ഞെടുപ്പിലെ വിജയുടെ വിജയം മുന്നോട്ട് വയ്ക്കുന്ന നിരവധി തിരിച്ചറിവുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് യുവത്വത്തിൻ്റെ സംഘടിത ശക്തിക്കും വിജയ് തരംഗത്തിനും ജാതി മത പ്രാദേശിക വേർതിരിവുകളെ മറികടക്കാനായി എന്നതാണ്. തമിഴ്നാട്ടിലെ മാത്രമല്ല, രാജ്യത്തെ യുവത്വത്തിന് തന്നെ ഇതൊരു പ്രചോദനവുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, പതിവ് തമിഴ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരുദ്ധമായി വിജയുടെ TVKയ്ക്ക് വോട്ട് ചെയ്യാനോ റാലികളിൽ ആളെ കൂട്ടാനോ പണമോ പാരിതോഷികങ്ങളോ നൽകേണ്ടി വന്നില്ല എന്നതാണ്. പണം തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുമെന്നത് പരസ്യമായ രഹസ്യമായ ഒരു സംസ്ഥാനത്ത് ഇതൊരു വലിയ മാറ്റമാണ്. വിജയുടെ അടിത്തറ തീർത്തും ജൈവികമായിരുന്നു. ബഹുഭൂരിപക്ഷം വരുന്ന യുവാക്കൾ അദ്ദേഹത്തെ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണച്ചു. കരൂരിലെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ അപകടത്തിന് ശേഷമാണ് വിജയുടെ പ്രചാരണം അല്പമെങ്കിലും നിശബ്ദമായത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികൾ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചാണ് പോരാടിയത്. എന്നിട്ടും അവർ വിജയിച്ചു. തമിഴ്നാട് രാഷ്ട്രീയത്തിന് ഒരു പുതിയ മാതൃക കൂടിയാണ് വിജയുടെയും സംഘത്തിൻ്റെയും വിജയം. 40 മുതൽ 45 വയസ്സിന് താഴെയുള്ള യുവാക്കളുടെയും ആരാധകരുടെയും വലിയ പിന്തുണയാണ് വിജയ്ക്ക് റാലികളിലും പ്രചാരണ പരിപാടികളിലും ലഭിച്ചത്. അത് കൃത്യമായ വോട്ടായി മാറിയെന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. തൻ്റെ സ്വാധീനം ജാതി മത ലിംഗഭേദത്തിന് അതീതമാണെന്ന് ഒരിക്കൽ കൂടി വിജയ് തെളിയിച്ചു. നഗര ഗ്രാമ വ്യത്യാസം പോലും TVK ഈ തെരഞ്ഞെടുപ്പിൽ മറികടന്നു. ചെന്നൈയിൽ നേടിയ വൻ വിജയം ഗ്രാമപ്രദേശങ്ങളിലും ആവർത്തിക്കാൻ അവർക്കായി. പ്രചാരണ വേളയിൽ വിജയ്ക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും പലപ്പോഴും പിഴച്ചു. കരൂർ ദുരന്തത്തിന് പിന്നാലെ DMK നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ ലക്ഷ്യമിട്ടു. ജനനായകൻ എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. വിജയുടെ വിവാഹമോചന വാർത്ത പൊതു ഇടങ്ങളിൽ ചർച്ചയാക്കപ്പെട്ടു. സമൂഹ മാധ്യമങ്ങളിൽ അത് ഉയർത്തിയും വിജയെ വില്ലനാക്കിയും വലിയ പ്രചാരണങ്ങൾ കൊണ്ടുപിടിച്ച് നടന്നു. എന്നാൽ ഇതൊന്നും പോളിംഗ് ബൂത്തിൽ തമിഴ്നാടിന് വിഷയമായിരുന്നില്ലെന്ന് ഫലം തെളിയിക്കുകയാണ്. തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു വലിയ ചലനാത്മകമായ മുന്നേറ്റമാണ് വിജയുടെ വിജയം. 2011 പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാനുള്ള എണ്ണം പോലും നിയമസഭയിൽ DMKയ്ക്ക് ലഭിച്ചില്ല. വിജയകാന്തിൻ്റെ DMDK ആയിരുന്നു മുഖ്യ പ്രതിപക്ഷം. ഇത്തവണ അത്തരമൊരു പരാജയത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും 6 പതിറ്റാണ്ടായി തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തെ നിർവചിച്ച ഒരു പാർട്ടിക്ക് കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് ഫലം അമ്പരപ്പിക്കുന്ന അപമാനമാണ്. ഒരു തരത്തിൽ ഇത് സ്റ്റാലിനെതിരായ ജനവിധി കൂടിയാണ്. പരമ്പര രാഷ്ട്രീയവും
കുടുംബ രാഷ്ട്രീയവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് എം കരുണാനിധിയുടെ ഏറ്റവും വലിയ ബലഹീനത. ഇന്ന് എം കെ സ്റ്റാലിനും ഇതൊരു വലിയ വെല്ലുവിളിയാണ്. DMKയ്ക്ക് വീണ്ടും പ്രതാപത്തിലേക്ക് തിരിച്ചെത്താൻ പാകത്തിന് സ്വയം തിരുത്തണമെങ്കിൽ കുടുംബാധിപത്യത്തിൻ്റെ നിഴലിൽ നിന്ന് അതിൻ്റെ വേരുകളിലേക്ക് മടങ്ങേണ്ടതുണ്ട്. നിലവിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രവും ലക്ഷ്യവും സ്വജന പക്ഷപാതത്തിനും അഴിമതിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ സ്റ്റാലിൻ നിയമസഭയിൽ ഇല്ലാതാവുന്നതോടെ പാർട്ടിക്ക് ആര് നേതൃത്വം നൽകുമെന്ന ചോദ്യത്തിന് ഉദയനിധി മാത്രമാണ് ഇനിയുള്ള ഉത്തരം. AADMKയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികൾക്കിടയിലും പാർട്ടി നാമാവശേഷമാവാതെ പിടിച്ചു നിർത്താൻ എടപ്പാടി പളനിസ്വാമി എന്ന EPSന് കഴിഞ്ഞുവെന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. ഇനിയുള്ള തമിഴ് രാഷ്ട്രീയം ജനകീയ പ്രതിഷേധത്തിലായാലും നിയമസഭയിലായാലും TVKയും DMKയും തമ്മിലുള്ള പോരാട്ടമായിരിക്കും. കോൺഗ്രസ് പോലെയുള്ള ചെറു പാർട്ടികൾ വിജയ്ക്കൊപ്പം എത്താനാണ് സാധ്യത. 40 MLAമാരുള്ള പഴനിസ്വാമി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കൗതുകകരമാകും. AIADMKയിൽ നേതൃമാറ്റത്തിനുള്ള മുറവിളി ശക്തമാകുമോ എന്നും ആശങ്കയുണ്ട്. ഒടുവിൽ ഏറ്റവും വലിയ ചോദ്യം വിജയ് മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്ത് മാറ്റം കൊണ്ടുവരുമെന്നതാണ്. തെരഞ്ഞെടുപ്പ് വിജയം ഒരു വലിയ കടമ്പയാണ്. അത് വിജയ് കടന്നു. ഇനി മുഖ്യമന്ത്രിയായി പരിണമിക്കുക എന്നത് അതിലും വലിയ കടമ്പയാണ്. 6 പതിറ്റാണ്ടുകളായി AADMK DMK ദ്വന്ദ്ം നിർവചിച്ച ഒരു സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ സംവിധാനത്തെയും പോലീസ് സേനയെയും വരുതിക്ക് നിർത്താൻ വിജയ്ക്ക് കഴിയുമോ? തീർച്ചയായും KA സെങ്കോട്ടയൻ പോലുള്ള ശക്തരും പരിചയസമ്പന്നരുമായ നേതാക്കൾ വിജയ്ക്കൊപ്പമുണ്ട്. പക്ഷേ അവർ TVKയുടെ മുന്നോട്ടുള്ള യാത്രയിൽ, വിജയ്യുടെ മുഖ്യമന്ത്രിയായി മുന്നോട്ടുള്ള യാത്രയിൽ എങ്ങനെ ഇടപെടുമെന്നും എങ്ങനെ നിർവചിക്കുമെന്നും കണ്ടറിയേണ്ടതുണ്ട്.